ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാനിവിടെ പച്ചമാങ്ങ വെച്ചിട്ട് നല്ലൊരു അരച്ച് കലക്കിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ചോറിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് ഇത്. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കിയിട്ട് എടുക്കാനും പറ്റും. പിന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് അധികം ചേരുവകളും വേണ്ട കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഒരു ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. പിന്നെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ മാങ്ങ അരച്ച് കലക്കി തയ്യാറാക്കിയിട്ട് എടുക്കാനായിട്ട് ഞാനിവിടെ ഒരു പച്ചമാങ്ങ എടുത്തിട്ടുണ്ട്. കഴുകി എടുത്തതിന് ശേഷം അതിൻ്റെ തൊലി ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ. തൊലിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം പിന്നെ ഇതൊന്ന് കട്ട് ചെയ്തിട്ട് കൂടെ എടുക്കാം. എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. നമുക്കിതൊന്ന് അരച്ചെടുക്കാനും വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് എടുക്കണ മാങ്ങ അധികം പുളിയൊന്നും ഇല്ലാത്ത മാങ്ങ വേണ്ടിയിട്ട് എടുക്കാനായിട്ട്. നല്ല പുളിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മളൊരു കറി തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് നല്ല പുളി ഉണ്ടാവും കേട്ടോ. പിന്നെ ഇതിലോട്ട് നമ്മൾ തൈരൊക്കെ ചേർത്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ അത് കാരണം കുറച്ച് പുളിയുള്ള മാങ്ങ മാത്രം എടുത്താൽ മതി. ഈ ഒരു കറി തയ്യാറാക്കിയിട്ട് എടുക്കാനായിട്ട് നമുക്ക് അധികം ടൈമൊന്നും ആവശ്യമില്ല കേട്ടോ. ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ചോറിൻ്റെ ഒക്കെ കൂടെ ഇതുപോലൊരു കറി ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു ഉപ്പേരി മാത്രം മതി കേട്ടോ. അധികം കറികളുടെ ആവശ്യമൊന്നുമില്ല ചോറുണ്ണാനായിട്ട്. സുഖമായിട്ട് ചോറിനായിട്ട് ഇതുപോലൊരു കറി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ കട്ട് ചെയ്തിട്ടുള്ള മാങ്ങ കഷ്ണങ്ങളൊക്കെ ഒരു മിക്സിഡ് ജാറിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം ഇതിലോട്ട് ഞാൻ അരമുറി തേങ്ങ ചിരകിയതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. കൂടെ തന്നെ ഒരല്പം കറിവേപ്പില കൂടേണ്ട, ചെറിയൊരു അളവിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ വേണ്ടത് മുളകാണ് കേട്ടോ. ഞാനിവിടെ 2 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് കട്ട് ചെയ്തിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലോട്ട് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി കൂടി പോകണ്ട കേട്ടോ. ഞാനിതിനൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഈ ഒരു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. കൂടെ തന്നെ ഇതിലേക്ക് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് തൈര് ചേർക്കുന്നുണ്ട്. അധികം പുളിയൊന്നും ഇല്ലാത്ത തൈരാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. തൈര് ഒഴിച്ച് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്ത മിക്സിനി ഒരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിത് എത്രത്തോണ്ട് നൈസായിട്ട് അരച്ചെടുക്കാൻ പറ്റുമോ അത്രയും നൈസായിട്ട് അരച്ചെടുക്കണം കേട്ടോ. പിന്നെ ഇത് അരച്ചെടുക്കുന്ന സമയത്ത് വെള്ളത്തിൻ്റെ കുറവൊക്കെ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒരല്പം വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് വേണം കേട്ടോ അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഞാനത് അരച്ചെടുക്കുന്ന സമയത്ത് വെള്ളമൊന്നും ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇനി ആ ഒരു മിക്സി ജാറിൽ ഒരല്പം വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് കുലുക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഇത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് കൂടെ എടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വീണ്ടും ഒന്നും കൂടെ ഒന്ന് ലൂസാക്കിയിട്ട് എടുക്കണമെങ്കിൽ ഒരല്പം വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ ഇത് അത്രയ്ക്ക് അങ്ങോട്ട് ലൂസാക്കിയിട്ട് എടുക്കണില്ല. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. അതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് ഒന്ന് താളിച്ചിട്ട് ഒഴിച്ച് കൊടുത്താൽ മാത്രം മതി. താളിച്ച് ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് വെളിച്ചെണ്ണയിലേക്ക് 1/2 ടീസ്പൂൺ കടുകും ഒരു നുള്ള് ഉലുവ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉലുവ കൂടി പോവേണ്ട, വളരെ കുറച്ച് മാത്രം മതിട്ടോ. കൂടി പോയിട്ടുണ്ടെങ്കിൽ കയ്പ്പ് രസം വരും. പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് വറ്റൽമുളകും കുറച്ച് കറിവേപ്പില കൂടെ ഇട്ടിട്ട് നല്ലോണം ചൂടാക്കി എടുത്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കറിയല്ലേ അത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പച്ചമാങ്ങയുടെ കാലമായത് കാരണം എല്ലാവരുടെ വീട്ടിലും മാങ്ങയുടെ ഒക്കെ റെസിപ്പി ആയിരിക്കുമല്ലോ. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ, എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്, ഉപകാരമായിട്ടുണ്ട് എന്ന് കരുതുന്നു. ഇതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദി. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു റെസിപ്പി വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്